എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി വിസ് പവലിയൻ. ഹായ് ഫ്രണ്ട്സ്, ഒരു മനോഹരമായ ഒരു ഇന്നിംഗ് കണ്ട സന്തോഷത്തിലാണ്. ഓസ്ട്രേലിയ എന്ന വൻമരത്തെ തകർത്തെറിഞ്ഞ ഇന്ത്യൻ ടീമിൻ്റെ ഇമോഷണൽ ഹാപ്പിനെസ് അതാണ് ഇന്നിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്നലെ വിമൻസ് ODI വേൾഡ് കപ്പിലെ രണ്ടാം സെമിഫൈനൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിച്ചു. ഓസ്ട്രേലിയ ടോസ് ജയിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഒരു മാമത്ത് സ്കോർ ഉണ്ടാക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു വലിയ പടുകൂറ്റൻ കൂട്ടുകെട്ടുണ്ടാക്കി നല്ലൊരു സ്കോർ ഇന്ത്യക്ക് കൊടുത്ത് ആ സ്കോർ ബോർഡ് പ്രഷറിൽ ഇന്ത്യയെ തരിപ്പണമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തു. അവരുടെ ഉദ്ദേശം സഫലമാക്കുന്ന രീതിയിൽ തന്നെ ഒരു പടുകൂറ്റൻ സ്കോർ 338 റൺസ് അവർ പടുത്തുയർന്നു. ഓൾ ഔട്ടായി, ലാസ്റ്റ് ഓവറിൽ വന്നിട്ട് ഓൾ ഔട്ടൊക്കെ ആയി, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും ഒരു അപ്രാപ്യമായ ഒരു സ്കോറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഫീബി ലിച്ച്ഫീൽഡ് ഒരു 119 റൺസ് എടുത്ത് ഔട്ടായി. അതായത് അവരുടെ ഒരു വേൾഡ് കപ്പിൽ ഫസ്റ്റ് സെഞ്ചുറിയാണ്. ഒരു മികച്ച ഇന്നിംഗ് എന്ന് പറയാം. നല്ല 4 വിക്കറ്റിൻ്റെ 4 വശത്തും പ്ലേസ് ചെയ്ത് കളിച്ച് നല്ല സൂപ്പറായിട്ട് കളിച്ച ഒരു ഇന്നിംഗ് ആയിരുന്നത്. നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിക്കാവുന്ന ഒരു ഇന്നിംഗ് തന്നെ. ഒരു യങ് ഓസ്ട്രേലിയൻ പ്ലെയർ. വെരി വെൽ കുഡോസ് ടു റിച്ച്ഫീൽഡ്. അവർക്ക് മികവുറ്റൊരു തുണ നൽകിയത് എല്ലിസ് പെരി വിത്ത് 77 റൺസ്, ബെത്ത് മൂണി 24, ആഷ് ഗാർഡനർ ആസ് യൂഷ്വൽ താഴെ വന്നിട്ട് 8ാമതൊക്കെ ഇറങ്ങി 9ാമതൊക്കെ ഇറങ്ങി ആഷ് ഗാർഡനർ വന്നിട്ട് ഒരു 63 റണ്ണ് പൊലിപ്പിച്ച് നല്ലൊരു സ്കോറ്. എന്നാൽ ഒരു 350-360 പോകാവുന്ന ഒരു സ്കോറായിരുന്നു. നന്നായിട്ട് പേടിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും. പക്ഷേ അപ്പോൾ ഇന്ത്യ നന്നായിട്ട്, അതായത് ഒരു 40 ഓവേഴ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 35 ഓവേഴ്സിന് ശേഷം അവർ നന്നായിട്ട് പന്തെറിഞ്ഞ് ഒരു 30 റൺസ് അറ്റ്ലീസ്റ്റ് അവർ 30 റൺസ് കുറവിൽ 338 റണ്ണിൽ ഓസ്ട്രേലിയ പിടിച്ചു കെട്ടിയെന്ന് പറയാം. സോ ക്രാന്തികോട് 2 വിക്കറ്റ് എടുത്തു. ദീപ്തിയൊക്കെ ഇന്നലെ അടി വാങ്ങിയതിന് യാതൊരു ഇതുമില്ല. ദീപ്തിയുടെ വെരി വെരി പൂർ ബോളിംഗ് ആയിരുന്നു. 2 വിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ബൗളിങ്ങിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല. പിന്നെ ഫീൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് നന്നാവാനുണ്ട്. അപ്പോഴും നമ്മളെ ബാറ്റിംഗ് ആണ് നമ്മുടെ സൈഡിൻ്റെ മികവുറ്റ ഒരു ഏരിയ. അതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാലും 300ൻ്റെ മുകളിൽ സ്കോർ പോകുമ്പോൾ ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ, പക്ഷേ നമ്മൾ ഓർത്തു, അപ്പോൾ ലീഗ് മാച്ചിൽ ഓസ്ട്രേലിയ നമ്മൾ 330 റൺ ഉണ്ടാക്കിയിട്ട് അവർ ചേസ് ചെയ്ത് ജയിച്ചതാണ്. സോ ഇത് ചേസ് ജയിക്കുകയാണെങ്കിൽ ഒരു മധുര പ്രതികാരമായിരിക്കും എന്നുള്ളത് ഒരു തോന്നൽ ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്നു. അവർ സ്വയം പരസ്പരം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരുടെ മനോവീര്യം കൂട്ടി എന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പം നമ്മുടെ മറുപടി ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ പ്രതീക്ഷിച്ച ഒരു ഇതുണ്ടായില്ല. അതായത് പ്രതിക റാവൽ ഇഞ്ചേർഡായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. അതിൻ്റെ സ്ഥാനത്ത് ഷെഫാലി വർമ്മയാണ് വന്നത്. നല്ലൊരു പ്ലെയറാണ്. ഒരുപാട് നല്ല ഇന്നിങ്സ് ഷെഫാലി വർമ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ തിളങ്ങാൻ കഴിഞ്ഞില്ല. 2 4 അടിച്ചെങ്കിലും 13 റൺസ് ആയപ്പോഴേക്കും ആദ്യത്തെ വിക്കറ്റ് പോയി. ഷെഫാലി വർമ്മ 10 റൺസ് എടുത്ത് ഔട്ടായി. പിന്നെ സ്മിതി നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജമീമ റോഡ്രിഗസ് വന്നത്. 1 ഡൗൺ ആയിട്ട് വന്നു. അവൾക്ക് കളിയുടെ അന്നാണ് പറയുന്നത് നീ നമ്പർ 3 ആയിട്ട് ഇറങ്ങണം. അതും ഇന്നലെ അവൾ എന്താ പറയുന്നത്, മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയപ്പോൾ പറഞ്ഞിരുന്നു. ബട്ട് യു നോ, അവർ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു അൺലക്കി, ഒരു ജസ്റ്റ് കോട്ട് ബിഹൈൻഡായിട്ട് നമ്മളെ സ്മൃതി മന്ദാന ഔട്ടായി. അമ്പയർ ഔട്ട് കൊടുത്തതായിരുന്നില്ല. പക്ഷേ ഓസ്ട്രേലിയ
വളരെ തന്ത്രപൂർവ്വം റിവ്യൂ എടുത്തിട്ട് അത് ഔട്ടാണെന്ന് തെളിയിച്ചു. അങ്ങനെ മന്ദാന ഔട്ടായി. 59 എടുത്തായപ്പോഴാണ് 2 രൂപയായി. മന്ദാന പോയതോടുകൂടി നമ്മുടെയൊക്കെ ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം ഇൻഫോമിലുള്ള നല്ലൊരു ബാറ്ററായിരുന്നു സ്മൃതി മന്ദാന. അപ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റൻ വന്നത്, ഹർമൻപ്രീത് കൗർ. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ബോൾഡായിട്ടുള്ള ഒരു പ്ലെയറാണ്. ഒരു ബിഗ് മാച്ച് പ്ലെയർ ആണെന്ന് തന്നെ പറയാം. അബ്സല്യൂട്ട്ലി ബിഗ് മാച്ച് പ്ലെയർ. വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നല്ലൊരു ഇന്നിങ് പടുത്തുയർത്താൻ ക്യാപ്റ്റന് സാധിച്ചു. ക്യാപ്റ്റൻ വന്നിട്ട് ഒരു 89 റൺസ് ഉണ്ടാക്കി ഔട്ടായി. ഒരു പൊക്കി അടിച്ചപ്പോൾ പറ്റിയ ഒരു അബദ്ധം. അപ്പോൾ 226 റണ്ണേ ആയിട്ടുള്ളൂ. 100-ൽ പരം റണ്ണ് ഇനിയും വേണം. അപ്പോൾ 35 ഓവർ കഴിഞ്ഞിരിക്കുക. വളരെ ഇത് കൊളാപ്സ് ആവാൻ ഫുൾ ചാൻസ് ഉള്ളൊരു ടീമായിരുന്നു, ഒരു ടൈമായിരുന്നത്. ഇന്നിങ്സ് ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഓരോരോ കോൺഫിഡൻസ് ലെവൽ ഓരോ വിക്കറ്റ് പോകുമ്പോഴും നമ്മൾ താഴ്ന്നു പോകും. പക്ഷേ ജമീമ, യു ആർ അബ്സല്യൂട്ട്ലി ക്യൂൻ ഓഫ് ദി മാച്ച് യെസ്റ്റർഡേ. ജമീമ റോഡ്രിഗസ് കളിച്ചുകൊണ്ടേയിരുന്നു. നല്ല അവസരം കിട്ടുമ്പോഴൊക്കെ 4 പായിച്ചു, സിംഗിൾ എടുത്തു, ഡബിൾ എടുത്തു, സ്കോർ ബോർഡ് ടിക്ക് ചെയ്തുകൊണ്ടിരുന്നു, സ്കോർ ബോർഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അങ്ങനെ ദീപ്തി വന്നൊരു 24 എടുത്തിട്ട് ദീപ്തിയും ഔട്ടായി. ദീപ്തി സ്റ്റഡി ബാറ്റാണെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ദീപ്തി ഫാസ്റ്റ് കളിക്കാൻ നോക്കിയിട്ട് ഔട്ടായതാണ്. നോ പ്രോബ്ലം, ഇറ്റ് ഹാപ്പൻസ്. 24 റൺസ് എടുത്ത് ദീപ്തി ഔട്ടായി. പിന്നെ വന്നതാണ് നമ്മളെ ദി ഗോൾഡൻ ഗേൾ. റിച്ച വന്ന് ഒരു 6ഉം ഒരു 4ഉം ഒക്കെ തൂക്കി ഒരു ഓവറിൽ. അതായത് ആ റൺസ് ആൻഡ് ബോൾസിൻ്റെ ആ ഗ്യാപ്പ് വിടവ് നികത്താൻ ഒരുപാട് സഹായിച്ചു. എന്നാലും അൺഫോർച്ചുനേറ്റ്ലി 26 റൺ എടുത്തിട്ട് റിച്ചയും ഔട്ടായി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് റണ്ണ് വേണം. പക്ഷേ നല്ല സ്റ്റഡിയൻസ് ആയിട്ട് ഒരു പെൺപുലി ജമീമ റോഡ്രിഗസ് അവളെ വിക്കറ്റ് കാത്ത് സൂക്ഷിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടേയിരുന്നു അവസാനം വരെ. അപ്പോഴാണ് അമൻജോത് കൗർ വന്നത്. അമൻജോത് കൗർ വന്നിട്ട് അവൾക്ക് നന്നായിട്ട് ബാറ്റിൽ ബോൾ വരാത്ത പോലെയൊക്കെ തോന്നി. ഒരു ഓവർ അങ്ങനെ പോയി. പക്ഷേ അടുത്ത ഓവറിൽ നിന്ന് നന്നായിട്ട് കളിച്ചു. നന്നായിട്ട് കളിച്ച് ഇടയ്ക്കിടയ്ക്ക് ജമീമ വന്നൊരു 4 അടിച്ചിട്ട് ഒരു 127 റണ്ണിൻ്റെ മികവുറ്റ ഒരു ഇന്നിങ്സ്, ഭംഗിയാർന്ന ഇന്നിങ്സ്. ഇത്രയും മനോഹരമായ മനോഹര ഷോട്ടുകളിലൂടെ ഒരു ചാൻസ് കൊടുക്കാതെ നല്ല രീതിയിൽ ഒരു പ്രാവശ്യം മാത്രം ക്യാച്ച് ഡ്രോപ്പായി. അങ്ങനെ ഒരു ഭാഗ്യത്തിൻ്റെ കൂടെ നമുക്ക് സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയാം. എന്നാലും അവരുടെ മികവുറ്റ ഇത്രയും ഭംഗിയായിട്ട് കളിക്കുന്ന ഒരു ഇന്ത്യൻ വനിതാ താരത്തെ അഭിനന്ദിക്കുകയല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. അമൻജോത് കൗർ ഒരു 15 റൺസ് എടുത്ത് ഫിനിഷ് ചെയ്തു. ഒരു ഫിനിഷറുടെ റോളിൽ വളരെ മികവുറ്റ ഒരു നല്ല കളി അവർ കാഴ്ചവെച്ചു. സോ വളരെ സന്തോഷം മാത്രം. എൻ്റെ ഒരു മനസ്സിൽ പറയുന്നത് എപ്പോഴും നമുക്കൊരു പുതിയ സ്റ്റാർ വരണം, എങ്കിൽ മാത്രമേ നമ്മുടെ കളിയിൽ മികവ് വരുള്ളൂ. എപ്പോഴും സ്മൃതി മന്ദാനയും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും നിങ്ങളെ ജയിപ്പിക്കത്തില്ല. പുതിയ സ്റ്റാറുകൾ ഉദയം ചെയ്യണം. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ ഫൈനലിൽ നമ്മൾ കടന്നിരിക്കുകയാണ്. ഫൈനലിൽ സൗത്ത് ആഫ്രിക്ക ഞായറാഴ്ച നമ്മളുമായിട്ട് നേരിടും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു പുതിയ ചാമ്പ്യനെയാണ്. സൗത്ത് ആഫ്രിക്ക ജയിച്ചാലും ഇന്ത്യ ജയിച്ചാലും പുതിയ ചാമ്പ്യനായിരിക്കും. ഓസ്ട്രേലിയ ഒഴിവാക്കുക എന്നുള്ള വളരെ ദുർഘടമായ ഒരു ലക്ഷ്യം നമ്മൾ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സൗത്ത് ആഫ്രിക്കക്കാരും കുറച്ച് വിറച്ചിരിക്കുകയായിരിക്കും. ഫുൾ ക്രെഡിറ്റ് ടു ഇന്ത്യൻ ഗേൾസ്. ഇന്ത്യ ഈ വേൾഡ് കപ്പ് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു ജമീമ. ലോട്ട് ഓഫ് ലവ്, ലോട്ട് ഓഫ് റെസ്പെക്റ്റ് ഫോർ യു. ഓക്കെ, ഇന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും 2ാം T20 നടക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. അതിനെപ്പറ്റി നമുക്ക് വിശകലനം പിന്നീട് ചെയ്യാം. ഇപ്പോൾ ജമീമ റോഡ്രിഗസിൻ്റെ മധുരമായ ഇന്നിങ്സിൻ്റെ ആ ഓരോ ചടുലമായ ഫോറുകളും മനസ്സിലോർത്തുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നിർത്തുന്നു.
ബൈ ബൈ. താങ്ക് യു വെരി മച്ച്.